നമസ്കാരം. സോവിയറ്റ് യൂണിയന്റെ തകർച്ചയ്ക്ക് ശേഷം ഇന്ത്യയും അമേരിക്കയും തമ്മിൽ തരക്കേടില്ലാത്ത ബന്ധമാണ് രൂപപ്പെട്ടു വന്നത്. അക്കാലം വരെ ഇന്ത്യ സോവിയറ്റ് യൂണിയന്റെ പക്ഷത്തായിരുന്നു, ചേരിചേരാ നയം എന്ന് പറഞ്ഞെങ്കിലും എന്നാൽ അതിനുശേഷം അമേരിക്കയുടെ നേതൃത്വത്തിൽ ഏകലോകക്രമം രൂപപ്പെട്ടപ്പോൾ ഇന്ത്യ പടിപടിയായി ബന്ധം സ്ഥാപിച്ചു. അമേരിക്കയ്ക്ക് മനസ്സിലായി പാകിസ്ഥാനെ കൂടെ കൂട്ടുന്നത് ബാധ്യതയാണ്, ഇന്ത്യയാണ് ഒപ്പം വേണ്ടതെന്ന്. മാത്രമല്ല, ഒരു വശത്ത് ചൈന അമേരിക്കയുടെ പ്രതാപത്തെ വിഴുങ്ങുന്ന തരത്തിൽ വളർന്നപ്പോൾ ബദൽ എന്ന രീതിയിൽ ഇന്ത്യയിലേക്കാണ് കണ്ണുവെച്ചത്. പക്ഷെ ട്രംപ് രണ്ടാമത് അധികാരത്തിൽ വന്നതോടെ എല്ലാം ഞൊടിയിടയിൽ തകിടം മറിഞ്ഞു. ട്രംപിന് തൻ്റെ ചൊൽപ്പടിക്ക് നിൽക്കുന്ന നേതാക്കളും താൻ പറയുന്നത് മാത്രം കേൾക്കുന്ന രാജ്യങ്ങളും മാത്രം മതി. പാകിസ്ഥാൻ അതിനൊരുക്കമായിരുന്നു. അങ്ങനെ പാകിസ്ഥാനെ ചേർത്ത് പിടിക്കുകയും പാക് സൈനിക മേധാവിയെ വീട്ടിൽ വിളിച്ചു വരുത്തി കൂടെ വിരുന്നു കൊടുക്കുകയും ചെയ്യുന്നതും പാകിസ്ഥാനെ സ്തുതികളാൽ മൂടുന്നതും അതിനൊപ്പം തന്നെ ഇന്ത്യയെ അധിക്ഷേപിക്കുന്നതും ട്രംപ് ശീലമാക്കി. അമേരിക്കയ്ക്കെതിരെ ബഹളം വയ്ക്കാനോ പൊട്ടിത്തെറിക്കാനോ ഒന്നും ഇന്ത്യയോ ഇന്ത്യൻ പ്രധാനമന്ത്രി മോദിയോ തുനിഞ്ഞില്ലെങ്കിലും കീഴടങ്ങാൻ ഒരുക്കമല്ല എന്ന് തുറന്നു പറഞ്ഞു. പലപ്പോഴും ഇന്ത്യയെ ഭയപ്പെടുത്തി സമ്മർദ്ദത്തിലാഴ്ത്താൻ ശ്രമം നടത്തി. പലപ്പോഴും ഇന്ത്യയെക്കുറിച്ച് അധിക്ഷേപ വാക്കുകൾ ചൊരിഞ്ഞു. ഏറ്റവും ഒടുവിൽ ഇന്ത്യയും ചൈനയും നരകത്തിൻ്റെ കുഴിയാണ് എന്നാണ് വൃത്തികെട്ട ഭാഷയിൽ ട്രംപ് പറഞ്ഞത്. ഇന്ത്യ ഈ പ്രകോപനത്തിലൊന്നും വീണുപോവുകയോ അമേരിക്കയെ വെല്ലുവിളിക്കുകയോ ചെയ്തില്ലെങ്കിലും ഇനി അധികകാലം ഇങ്ങനെ ട്രംപിനോട് സഹകരിച്ചു പോകാൻ കഴിയില്ല എന്ന ബോധ്യത്തിൽ നിലപാടിൽ ഉറച്ചു നിന്നു. ആ ഉറച്ച നിലപാടിന് പല ഗുണങ്ങളും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. അതിലൊന്ന് അമേരിക്കയുടെ ട്രേഡ് സെക്രട്ടറി അമേരിക്കൻ കോൺഗ്രസിൽ നടത്തിയ വെളിപ്പെടുത്തലാണ്. ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള വ്യാപാര കരാറിനെക്കുറിച്ച് അമേരിക്കൻ കോൺഗ്രസിൽ വിശദീകരണം കൊടുത്തപ്പോൾ പറഞ്ഞത് ഇന്ത്യ ടഫ് രാജ്യമാണെന്നാണ്. അത്ര എളുപ്പത്തിൽ സമ്മർദ്ദത്തിലാഴ്ത്താനോ വഴക്കാനോ കഴിയുന്നില്ല. ഇന്ത്യയും അമേരിക്കയും തമ്മിൽ ദീർഘകാലം ചർച്ച നടത്തി ഒരു കരാറിലെത്തിയിരുന്നു. മറ്റെല്ലാ രാജ്യങ്ങളെക്കാൾ കുറഞ്ഞ ചുങ്കം 18% ഇന്ത്യക്ക് ഏർപ്പെടുത്തിയത് ചരിത്ര വിജയമായിരുന്നു. ആ കരാറിൽ ഒപ്പിടുന്നതിന് തൊട്ടു മുമ്പാണ് ട്രംപിന് ഇങ്ങനെ ചുങ്കം ചുമത്താൻ അധികാരമില്ലെന്ന് അമേരിക്കൻ കോടതി വിധിക്കുന്നത്. അങ്ങനെ വിധിച്ചാലും ഈ കരാർ ഒപ്പിടണം എന്ന വാശിയിൽ ട്രംപ് മുമ്പോട്ട് പോയി. ഇന്ത്യ പറ്റില്ലെന്ന് പറഞ്ഞു. ഇന്ത്യയെ ഭയപ്പെടുത്തി നോക്കി. ഇന്ത്യ ഡെഡ് എക്കണോമി എന്ന് പറഞ്ഞ് വിരട്ടി. പക്ഷേ ഇന്ത്യ വഴങ്ങിയില്ല, കരാറിൽ ഒപ്പിട്ടില്ല. ഇന്ത്യ അങ്ങനെ സമ്മർദ്ദത്തിലാക്കാൻ കഴിയുന്നില്ല എന്ന് അമേരിക്കൻ കോൺഗ്രസിൽ അവർക്ക് തുറന്നു പറയേണ്ടി വന്നു. ഇതിനിടയിൽ ഒരുപാട് സാഹചര്യങ്ങൾ മാറിമറിഞ്ഞു. ട്രംപ് ഇറാനെ വെല്ലുവിളിച്ചുകൊണ്ട് രംഗത്തിറങ്ങി പണി ചോദിച്ചു വാങ്ങി. എങ്ങനെയെങ്കിലും യുദ്ധം അവസാനിപ്പിക്കാൻ പാകിസ്ഥാനെ മധ്യസ്ഥരായി കൊണ്ടുവരേണ്ടി വന്നു. അങ്ങനെ ട്രംപ് ഇറാൻ യുദ്ധത്തിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ച് ഭ്രാന്തനെ പോലെ നടക്കുമ്പോൾ ഇന്ത്യ മറുഭാഗത്ത് കൃത്യമായ നീക്കങ്ങൾ നടത്തുകയായിരുന്നു. ട്രംപിനെയും അമേരിക്കയും ആശ്രയിച്ച് ദീർഘകാലം മുമ്പോട്ട് പോകാൻ സാധ്യമല്ല എന്ന് തിരിച്ചറിഞ്ഞ് ഇന്ത്യ പുതിയ വഴികൾ തേടുകയായിരുന്നു. ഇറാനും ഇന്ത്യയും തമ്മിൽ സഹകരിക്കുന്നത് അമേരിക്ക നിരോധിച്ചിരിക്കുകയാണ്. അമേരിക്ക ഒരു രാജ്യത്തിന് മേൽ ഉപരോധം ഏർപ്പെടുത്തി കഴിഞ്ഞാൽ ചൈനയ്ക്ക് പോലും ആ രാജ്യവുമായി സഹകരണം സാധ്യമല്ല. അങ്ങനെ വന്നാൽ അമേരിക്കയുമായുള്ള വ്യാപാരമില്ലാതാകും. അതാണ് അമേരിക്കയ്ക്ക് ഇപ്പോൾ പവർ. അങ്ങനെ ഇറാനുമായുള്ള ഇന്ത്യയുടെ വ്യാപാര ഇടപാടുകൾ ഏതാണ്ട് ഇല്ലാതാകുന്ന സാഹചര്യം വന്നപ്പോൾ ഇന്ത്യ പ്രതിസന്ധിയിലായത് ചബാർ തുറമുഖത്തിൻ്റെ പേരിലായിരുന്നു. ചൈനയെയും പാകിസ്ഥാനെയും ആശ്രയിക്കാതെ ഇന്ത്യ ലോജിസ്റ്റിക്കിൽ ആധിപത്യം സ്ഥാപിക്കാൻ വേണ്ടിയാണ് ഇറാനിലെ ചബാർ തുറമുഖം ഏറ്റെടുത്തത്. എന്നാൽ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അതുമായി മുമ്പോട്ട് പോകാൻ പറ്റാത്ത കാലാവസ്ഥയായി. ഇവിടെ ബുദ്ധിപരമായി ഇന്ത്യ ഒരു നീക്കം നടത്തുന്നു. ഇറാന് തന്നെ ചബാർ തുറമുഖം വിട്ടുകൊടുക്കുകയാണ്. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അമേരിക്കയെ പിണക്കാൻ കഴിയാത്തതുകൊണ്ട് ഇറാന് വിട്ടുകൊടുക്കുകയും പിൻവാതിലിലൂടെ ചബാർ തുറമുഖത്തെ പിന്തുണയ്ക്കുകയും ചെയ്യുന്നതാണ് ഇന്ത്യയുടെ നിലപാട്. എന്ന് വെച്ചാൽ ഇന്ത്യ ഔദ്യോഗികമായി ചബാർ തുറമുഖത്തു നിന്ന് പിന്മാറിയാലും തുറമുഖം നിലയ്ക്കുകയില്ല, അതിന് നിർമ്മാണം തുടരും. എന്നാണോ ഇറാനുമായിട്ടുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുന്നത്, അന്ന് ഇന്ത്യക്ക് ആ ഉടമസ്ഥാവകാശം കിട്ടുന്ന ഒരു ഡീലിലാണ് ഇപ്പോൾ ഏർപ്പെട്ടിരിക്കുന്നത്. ഇത്തരം നീക്കങ്ങൾക്കിടയിലാണ് അധികമാരും ശ്രദ്ധിക്കാത്ത മറ്റൊരു കിടിലൻ നീക്കത്തെക്കുറിച്ചുള്ള വാർത്തകൾ പുറത്തു വരുന്നത്. ഒരു വാട്സാപ്പ് സന്ദേശത്തിലൂടെയാണ് എൻ്റെ ശ്രദ്ധ ഈ വിഷയത്തിൽ ആദ്യം പതിയുന്നത്. ആ വാട്സാപ്പ് സന്ദേശം ഇങ്ങനെയാണ്: ലോകത്തെ മുഴുവൻ വിരൽത്തുമ്പിൽ നിർത്തുമെന്ന് കരുതിയ പാശ്ചാത്യ രാജ്യങ്ങൾക്ക് ഇന്ത്യ കൊടുത്ത വലിയ ഐസ് പണി എന്താണെന്ന് നിങ്ങൾക്കറിയാമോ? ഉപരോധങ്ങൾ വെച്ച് റഷ്യയെയും ഇന്ത്യയുടെ വികസനത്തെയും തകർക്കാമെന്ന് കരുതിയവർ ഇപ്പോൾ ശരിക്കും ഞെട്ടിത്തിരിച്ച് നിൽക്കുകയാണ്. സൂയസ് കനാലും മറ്റ് പരമ്പരാഗത നാവികപാതകളും വെച്ച് ലോകത്തിൻ്റെ വ്യാപാരം മുഴുവൻ നിയന്ത്രിക്കാമെന്ന് അവരുടെ അഹങ്കാരത്തിനാണ് ഇന്ത്യ ഇപ്പോൾ സൈക്കോളജിക്കലായി തിരിച്ചടി നൽകിയിരിക്കുന്നത്. ഇതിനെ മറികടക്കാൻ ഇന്ത്യ പയറ്റിയ ആ മാസ്റ്റർ ഗെയിം ആണ് ആർട്ടിക് സമുദ്രപാതകൾ അഥവാ നോർത്തേൺ സീ റൂട്ട്. ചെന്നൈ തുറമുഖത്തു നിന്ന് റഷ്യയിലെ വ്ളാഡിവോസ്റ്റോക്കിലേക്കുള്ള ഈ പുതിയ പാത തുറക്കുന്നതോടെ
പഴയ യൂറോപ്യൻ റൂട്ടുകളെ ഇന്ത്യ വെറും ഒരു നോക്കുകുത്തിയാക്കി മാറ്റും. പണ്ട് 40 ദിവസം എടുത്തിരുന്ന യാത്രാ സമയം വെറും 24 ദിവസമായി കുറയുമെന്നതാണ് ഇതിലെ ഏറ്റവും വലിയ ശാസ്ത്രീയവും സാമ്പത്തികവുമായ നേട്ടം. ദൂരം പകുതിയായി കുറയുക മാത്രമല്ല, കടൽ കൊള്ളക്കാരുടെ ശല്യമോ പാശ്ചാത്യ രാജ്യങ്ങളുടെ ടോൾ പിരിവോ ഈ പുതിയ പാതയിൽ ഇന്ത്യക്ക് നേരിടേണ്ടി വരില്ല. ഗൾഫ് രാജ്യങ്ങളെയും ഡോളറിനെയും മാത്രം ആശ്രയിക്കാതെ റഷ്യയുടെ കിഴക്കൻ മേഖലകളിൽ നിന്നും കുറഞ്ഞ വിലയിൽ ക്രൂഡ് ഓയിലും പ്രകൃതിവാതകവും ഇനി വളരെ എളുപ്പത്തിൽ ഇന്ത്യയിലേക്ക് എത്തും. വെറും ഒരു വ്യാപാര പാത എന്നതിലുപരി ആർട്ടിക്കിൽ ഹിമാദ്രി എന്ന ഗവേഷണ കേന്ദ്രം സ്ഥാപിച്ച ഒരു യഥാർത്ഥ പോളാർ പവറായി ഇന്ത്യ മാറിക്കഴിഞ്ഞു. സമുദ്രപാതകളിൽ ഭാവിയിൽ ഉണ്ടായേക്കാവുന്ന ആഗോള തടസ്സങ്ങളെ മുൻകൂട്ടി കണ്ടുകൊണ്ട് ചൈനയുടെ സ്വാധീനത്തെ കൃത്യമായി വെട്ടിനിരത്താൻ ഇതിലും വലിയൊരു ജിയോ പൊളിറ്റിക്കൽ സ്ട്രാറ്റജി വേറെയില്ല. പാശ്ചാത്യ ആധിപത്യത്തെ തകർത്തെറിഞ്ഞ ഇന്ത്യയുടെ കിടിലൻ ആർട്ടിക് തന്ത്രം ചേഞ്ചർ ആകുമെന്നാണ് വിലയിരുത്തൽ. ഈ പോസ്റ്റിൽ ഉപയോഗിച്ചിരിക്കുന്ന ചിത്രം AI ഉപയോഗിച്ച് നിർമ്മിച്ചതാണ്. ഇത് ആരെഴുതിയതാണ് എന്ന് നിശ്ചയമില്ലെങ്കിലും വളരെ കൗതുകമുണർത്തുന്നൊരു പോസ്റ്റായി എനിക്ക് അനുഭവപ്പെട്ടു. ഇത് വാസ്തവമാണോ എന്നറിയാൻ ഒരു അന്വേഷണം നടത്തിയപ്പോൾ വാസ്തവം ആണ് എന്നാണ് തിരിച്ചറിഞ്ഞത്. നമ്മളിൽ പലരും തിരിച്ചറിയാത്ത വലിയൊരു നീക്കത്തിൻ്റെ ഭാഗമാണിത്. നമ്മൾ നോക്ക്, റഷ്യയും ഇന്ത്യയും തമ്മിൽ വലിയ അകലമൊന്നുമില്ല. ഇടയ്ക്ക് മറ്റ് രാജ്യങ്ങളുണ്ടെങ്കിലും റഷ്യ ഭൂമിശാസ്ത്രപരമായി ലോകത്തെ ഏറ്റവും വലിയ രാജ്യമാണ്. ഒരുപാട് ഇടങ്ങളിൽ മഞ്ഞു മൂടിക്കിടക്കുന്നു. ആർട്ടിക്കിലേക്ക് അധിക ദൂരമില്ല. ആർട്ടിക്കിൽ നിന്നും മനുഷ്യസ്പർശമേൽക്കാത്ത ഇടങ്ങളാണ് കൂടുതലെന്ന് ഓർക്കണം. ചൊവ്വയും ചന്ദ്രനും പോലും വാസസ്ഥലത്തിന് വേണ്ടി ശ്രമിക്കുന്ന മനുഷ്യൻ ആർട്ടിക്കിലും ഒരുപക്ഷെ നാളെ താമസം തുടങ്ങിയെന്ന് വരാം. ഈ വിവേകം 1920 തന്നെ ഇന്ത്യക്കുണ്ടായിരുന്നു. അതുകൊണ്ട് ആർട്ടിക്കുമായി ബന്ധപ്പെട്ട കരാറിൽ അന്ന് തന്നെ ഇന്ത്യ ഒപ്പിട്ടിരുന്നു. പിന്നീട് 2007 ഇന്ത്യ ആർട്ടിക് ഗവേഷണം ഔദ്യോഗികമായി ആരംഭിച്ചു. 2008 ഇന്ത്യയുടെ താവളം ആർട്ടിക്കിൽ സ്ഥാപിക്കപ്പെട്ടു. ഇന്നിപ്പോൾ ഇന്ത്യ ആർട്ടിക് കൗൺസിലിലെ ഒരു നിരീക്ഷണ രാജ്യമാണ്. അങ്ങനെ വലിയ തോതിൽ ആർട്ടിക്കിൽ ഇന്ത്യ സ്വാധീനം ഉറപ്പിക്കുന്നതിനിടയിലാണ് റഷ്യയും ഇന്ത്യയും സംയുക്തമായി ഇങ്ങനെയൊരു മറൈൻ കോറിഡോറിന് തുടക്കമിട്ടത്. CVMC അഥവാ ചെന്നൈ വ്ളാഡിവോസ്റ്റോക്ക് മാരിടൈം കോറിഡോർ എന്നാണ് ഇതിൻ്റെ പേര്. ഓർക്കണം, ഈ ആർട്ടിക് ഗവേഷണത്തിൻ്റെ തുടർച്ചയാണിത്. ഇതൊരു പുതിയ പാത വെട്ടിത്തുറക്കുകയാണ്. നിലവിലുള്ള റൂട്ട് അനുസരിച്ച് സൈബീരിയയിലെ വ്ളാഡിവോസ്റ്റോക്കിൽ നിന്നും എണ്ണക്കപ്പലുകളും പ്രകൃതിവാതക കപ്പലുകളും യൂറോപ്പിനെ ചുറ്റി സൂയസ് കനാൽ കടന്നു വേണം ഇന്ത്യൻ തീരത്തെത്താൻ. 40 ദിവസത്തെ യാത്രയാണ്. അവിടെയാണ് ഈ ബദൽ പാത മറുഭാഗത്തുകൂടി ഒരുക്കുന്നത്. ഇന്ത്യ ക്രൂഡ് ഓയിലിൽ 87%, പ്രകൃതിവാതകത്തിൽ 45% ഇറക്കുമതി ചെയ്യുകയാണെന്ന് ഓർക്കണം. റഷ്യയുടെ സൈബീരിയൻ പ്രദേശത്ത് ഇതെല്ലാം ധാരാളമായി ലഭ്യമാണ്. അവ ഖനനം ചെയ്ത് ഇങ്ങോട്ട് കൊണ്ടുവരുന്ന ലോജിസ്റ്റിക് ചെലവ് കുറയ്ക്കുക, സമയം കുറയ്ക്കുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അതുകൊണ്ടാണ് ചെന്നൈ വ്ളാഡിവോസ്റ്റോക്ക് സമുദ്രപാതയ്ക്ക് ഇന്ത്യയും റഷ്യയും സംയുക്തമായി രൂപം കൊടുത്തത്. ഇന്ത്യൻ മഹാസമുദ്രം, മലാക്ക കടലെടുക്ക്, സൗത്ത് ചൈന സീ, ജപ്പാൻ സമുദ്രം തുടങ്ങിയവയിലൂടെയാണ് ഈ പാത പോകുന്നത്. റഷ്യയിലെ വ്ളാഡിവോസ്റ്റോക്ക് തുറമുഖത്തു നിന്ന് പുറപ്പെടുന്ന ഒരു കപ്പൽ ജപ്പാൻ, തായ്വാൻ, ചൈന, ഫിലിപ്പൈൻസ്, വിയറ്റ്നാം, മലേഷ്യ, സിംഗപ്പൂർ, ഇന്തോനേഷ്യ എന്നീ രാജ്യങ്ങളോട് ചേർന്ന് കിടക്കുന്ന കടലിലൂടെയായിരിക്കും ചെന്നൈയിലേക്ക് എത്തുന്നത്. സൂയസ് കനാലിനെ ആശ്രയിക്കേണ്ട എന്നത് തന്നെയാണ് ഇതിലേറ്റവും പ്രധാനപ്പെട്ടത്. റഷ്യയിൽ നിന്നും ചെലവ് കുറഞ്ഞ് പ്രകൃതിവാതകവും ക്രൂഡ് ഓയിലും കൊണ്ടുവരാൻ കഴിയും. ഇന്ത്യയുടെ ഭാവിയിലെ ഇന്ധന ആവശ്യങ്ങളെല്ലാം പരിഹരിക്കാൻ കഴിയുന്ന അസാധാരണമായൊരു സീ റൂട്ടാണിത്. റഷ്യയുടെ മേൽ ഏർപ്പെടുത്തിയിരിക്കുന്ന ഉപരോധം ഇതിന് വിലങ്ങാവും എന്ന് കരുതുന്നെങ്കിലും അത് ശാശ്വതമാണെന്ന് ആരും കരുതുന്നില്ല. റഷ്യയുടെ മുമ്പിൽ യൂറോപ്പിന് കീഴടങ്ങേണ്ടി വരും, അമേരിക്ക കീഴടങ്ങേണ്ടി വരും. അല്ലെങ്കിൽ ഏറെ വൈകാതെ റഷ്യ യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കാൻ നാറ്റോയ്ക്ക് നേരെ യുദ്ധം പ്രഖ്യാപിച്ചേക്കുമെന്ന ഭീതി അമേരിക്കയ്ക്കുണ്ട്. ഇറാനെ തൊട്ട് കൈവെള്ളിയിരിക്കുന്ന ട്രംപ് എന്തായാലും റഷ്യയോട് കളിക്കാൻ ഇറങ്ങില്ല. അതുകൊണ്ട് തന്നെ വരും കാലത്ത് ഇന്ത്യയും റഷ്യയും തമ്മിലുള്ള ഈ സമുദ്ര ഐക്യം ഇന്ത്യയുടെ പ്രതാപകാലത്തിന് തുടക്കമിടും എന്നാണ് കണക്കാക്കപ്പെടുന്നത്.